നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കോടതി ഉത്തരവും സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവും മറികടന്ന് അനധികൃത നിർമ്മാണം. സർക്കാർ ഭൂമി കയ്യേറി നിർമ്മാണം നടത്തിയതിനെ തുടർന്ന് റവന്യൂ വകുപ്പ് സീൽ ചെയ്ത നെടുങ്കണ്ടം മാൻകുത്തിമേട്ടിലെ വനാനി കാരവാൻ പാർക്ക് തുറന്ന ഉടമ. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ റവന്യൂ വകുപ്പ് സ്ഥാപനം വീണ്ടും സീൽ ചെയ്തു. ഉടമയ്ക്കെതിരെ കേസെടുക്കാനും നിർദ്ദേശം. സിപ്ലൈൻ വിവാദത്തിൽ പ്രതികരണവുമായി MM മണിയുടെ സഹോദരൻ MM ലംബോദരൻ. സിപ്ലൈൻ ആരംഭിച്ചതിനു ശേഷം അപകടകരമായ ഒന്നും നടന്നിട്ടില്ല. സ്ഥാപനം ആരംഭിച്ചതു മുതൽ മുൻ ജില്ലാ കളക്ടറും ഉദ്യോഗസ്ഥരും ഉപദ്രവിക്കുന്നു. മഴ സമയത്ത് തന്റെ മാത്രമല്ല ജില്ലയിലെ 21 സിപ്ലൈനുകളും തുറന്ന് പ്രവർത്തിച്ചു. ഇതിന്റെ തെളിവുകൾ തന്റെ കയ്യിലുണ്ടെന്നും ലംബോദരൻ. 2018 തകർന്ന മൂന്നാർ സർക്കാർ കോളേജിനായി ഇനിയും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായില്ല. കെട്ടിട നിർമ്മാണവും കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടുന്ന സ്ഥല ലഭ്യതയുമൊക്കെയായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നുവെങ്കിലും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നത് വൈകുന്നു. അതേസമയം കോളേജിനായി പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ശ്രമം തുടർന്നു വരികയാണെന്ന് അഡ്വക്കേറ്റ് A. രാജ MLA. ഇത്തവണ നേരത്തെ എത്തിയ കാലവർഷം ജില്ലയിലെ ടൂറിസം മേഖലയെ പ്രതികൂലമായി ബാധിച്ചു. ദിവസങ്ങൾക്ക് മുമ്പ് പെയ്ത കനത്ത മഴ മൂന്നാറിന്റെ അടക്കം ടൂറിസം മേഖലയ്ക്ക് വരുത്തിയത് വലിയ നഷ്ടം. മധ്യവേനൽ അവധി അവസാനിക്കാറായതോടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. വിശദമായ വാർത്തകളിലേക്ക്. കോടതി ഉത്തരവും സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവും മറികടന്ന് അനധികൃത നിർമ്മാണം. സർക്കാർ ഭൂമി കയ്യേറി നിർമ്മാണം നടത്തിയതിനെ തുടർന്ന് റവന്യൂ വകുപ്പ് സീൽ ചെയ്ത നെടുങ്കണ്ടം മാൻകുത്തിമേട്ടിലെ വനാനി കാരവാൻ പാർക്ക് തുറന്ന ഉടമ. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ റവന്യൂ വകുപ്പ് സ്ഥാപനം വീണ്ടും സീൽ ചെയ്തു. പിഴുതുമാറ്റിയ ബോർഡ് പുനഃസ്ഥാപിച്ചു. ഉടമയ്ക്കെതിരെ കേസെടുക്കാനും നിർദ്ദേശം നൽകി. കോട്ടയം സ്വദേശിയായ ബിപിൻകുമാർ വിജയകുമാർ എന്ന ആളാണ് മാൻകുത്തിമേട്ടിൽ വനാനി കാരവാൻ പാർക്ക് നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ ഇയാൾ വില കൊടുത്ത് വാങ്ങിയ ഭൂമി കൂടാതെ സമീപത്തുണ്ടായിരുന്ന സർക്കാർ ഭൂമി കയ്യേറിയതായി കണ്ടെത്തിയതോടെ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി ഏറ്റെടുക്കുകയും ചെയ്തു. യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തരുതെന്ന ഹൈക്കോടതി ഉത്തരവും നിലനിൽക്കുകയാണ്. 2024 മെയ് 13 റവന്യൂ വകുപ്പ് കയ്യേറ്റ ഭൂമിയിൽ സ്ഥാപിച്ചിരുന്ന കാരവാനുകൾ സീൽ ചെയ്യുകയും ഗേറ്റിട്ട് പൂട്ടി സർക്കാർ വക സ്ഥലമെന്ന ബോർഡും സ്ഥാപിച്ചു. എന്നാൽ എല്ലാ ഉത്തരവുകളും ലംഘിച്ച് റവന്യൂ വകുപ്പ് സ്ഥാപിച്ച ബോർഡും എടുത്തുമാറ്റി സീൽ ചെയ്ത കാരവാനുകൾ തുറന്ന് പ്രവർത്തിക്കുകയാണ്. കോടതി ഉത്തരവ് നിലനിൽക്കുകയാണെന്നും തുറന്ന് പ്രവർത്തിക്കുന്നതിന് അനുമതി നൽകിയിട്ടില്ലെന്നും ചതുരംഗപ്പാറ വില്ലേജ് ഓഫീസർ നൽകിയ വിവരാവകാശ മറുപടിയിൽ വ്യക്തമാക്കുന്നു. സീൽ ചെയ്ത കാരവാനുകളടക്കം തുറന്നതായും ഏറ്റെടുത്ത ഭൂമിയിൽ സ്ഥാപിച്ചിരുന്ന ബോർഡ് മാറ്റിയതായുമുള്ള റിപ്പോർട്ടും വില്ലേജ് ഓഫീസർ തഹസിൽദാർക്ക് നൽകുകയും ചെയ്തു. എന്നാൽ തുടർ നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. സർക്കാർ ഭൂമി കയ്യേറിയതിനൊപ്പം വില കൊടുത്തു വാങ്ങിയെന്ന് പറയപ്പെടുന്ന പട്ടയഭൂമിയുടെ പട്ടയം സംബന്ധിച്ചും അവ്യക്തതകൾ ഉണ്ട്. ഇത് പരിശോധിച്ച് നടപടി സ്വീകരിക്കാനും നിർദ്ദേശമുണ്ട്. തൽസ്ഥിതി തുടരണമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിച്ചതിന് കേസെടുക്കണമെന്ന് കാണിച്ച് ഉടുമ്പൻചോല പോലീസിനും റവന്യൂ വകുപ്പ് കത്ത് നൽകിയിരുന്നു. എന്നാൽ നടപടി സ്വീകരിക്കാൻ പോലീസും തയ്യാറായിട്ടില്ല. മേഖലയിലെ അനധികൃത നിർമ്മാണം ശ്രദ്ധയിൽപ്പെട്ടതോടെ റവന്യൂ വകുപ്പ് വീണ്ടും സ്ഥാപനം സീൽ ചെയ്തു. സ്ഥാപന ഉടമ പിഴുതുമാറ്റിയ ബോർഡ് ഇവിടെ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. കളക്ടർ സ്ഥാപന ഉടമയ്ക്കെതിരെ കേസെടുക്കാനും നിർദ്ദേശം നൽകി. സിപ്ലൈൻ വിവാദത്തിൽ പ്രതികരണവുമായി MM മണിയുടെ സഹോദരൻ MM ലംബോദരൻ രംഗത്ത്. സിപ്ലൈൻ ആരംഭിച്ചതിനു ശേഷം അപകടകരമായി ഒന്നും നടന്നിട്ടില്ല. സ്ഥാപനം ആരംഭിച്ചതു മുതൽ മുൻ ജില്ലാ കളക്ടറും ഉദ്യോഗസ്ഥന്മാരും ഉപദ്രവിക്കുന്നു. നീതിക്ക് വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചു. കോടതിയിൽ നിന്ന് അനുകൂലമായ വിധിയും കിട്ടി. മഴ സമയത്ത് തന്റെ മാത്രമല്ല ജില്ലയിലെ 21 സിപ്ലൈനുകളും തുറന്ന് പ്രവർത്തിച്ചു. ഇതിൽ DTPC നടത്തുന്ന ശ്രീനാരായണപുരം അടക്കമുള്ളവയും ഉൾപ്പെടുന്നു. വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജ് അടക്കം തുറന്ന് പ്രവർത്തിച്ചു. ഇതിന്റെ തെളിവുകൾ തന്റെ കയ്യിലുണ്ട്. തനിക്കെതിരെ നീക്കം നടത്തുന്നത് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയാണെന്നും ലംബോദരൻ വ്യക്തമാക്കി. ഈ സ്ഥാപനം അവിടെ തുടങ്ങിയപ്പം മുതൽ ഈ സ്ഥാപനം അടച്ചുപൂട്ടിക്കാൻ വേണ്ടി ചില നിക്ഷിപ്ത താല്പര്യക്കാരും അവർക്ക് കൂട്ടുനിന്നിട്ടുള്ള മുൻ ജില്ലാ കളക്ടറും സബ് കളക്ടറും ഒക്കെ ആ സ്ഥാപനം അടച്ചുപൂട്ടിക്കാൻ വേണ്ടി നിരവധി ശ്രമങ്ങൾ നടത്തിയിരുന്നു. അവസാനം നീതിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് ഞാൻ പോകുകയും അവിടെ ഹൈക്കോടതിയിൽ മുമ്പാകെ ഇതിന് അടച്ചുപൂട്ടിക്കാനായിട്ടുള്ള നീക്കം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരുടെ നീക്കത്തിനെതിരെ സ്റ്റേ എടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു കാരണവശാലും ഇതിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് ഇവർ ഈ രീതിയിൽ ഇത് അടപ്പിച്ചിട്ടുള്ളത്. അപ്പം
ഹൈക്കോടതിയുടെ ഉത്തരവിൽ പോലും ഏതെങ്കിലും പ്രത്യേക സാഹചര്യം വരുമ്പം ഇതിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും ഇല്ല. എൻ്റെ ഈ സ്ഥാപനത്തെയും എന്നെയും തേജോവധം ചെയ്യത്തക്ക നിലപാട് സ്വീകരിച്ചത് ശരിയാണോ തെറ്റാണോ എന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇപ്പോൾ എൻ്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. ആ കേസെടുത്തിരിക്കുന്നത് ബാക്കി 20 സ്ഥലത്തും ഇതിൻ്റെ പ്രവർത്തനം നടത്തിയവർക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറാകാത്ത നമ്മുടെ നാട്ടിലെ അധികാരികൾ എന്നോട് ഈ പ്രതികാരം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായിട്ടില്ല. 2018 തകർന്ന മൂന്നാർ സർക്കാർ കോളേജിനായി ഇനിയും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായില്ല. കെട്ടിട നിർമ്മാണവും കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടുന്ന സ്ഥല ലഭ്യതയുമൊക്കെയായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നുവെങ്കിലും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നത് വൈകുകയാണ്. സ്വന്തമായി ഉണ്ടായിരുന്ന കെട്ടിടം പോയതോടെ താൽക്കാലിക സംവിധാനത്തിലാണ് കോളേജിന്റെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത്. അതേസമയം കോളേജിനായി പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ശ്രമം തുടർന്നു വരികയാണെന്ന് അഡ്വക്കേറ്റ് എ രാജ MLA പറഞ്ഞു. മൂന്നാർ ദേവികുളം റോഡിൽ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപമായിരുന്നു മൂന്നാർ സർക്കാർ കോളേജ് പ്രവർത്തിച്ചു വന്നിരുന്നത്. എന്നാൽ 2018 പ്രളയത്തിൽ ഇവിടെ മണ്ണിടിച്ചിലുണ്ടാവുകയും കെട്ടിടങ്ങൾക്ക് ബലക്ഷമത ഇല്ലാതാവുകയും ചെയ്തതോടെ കോളേജിന്റെ പ്രവർത്തനം താളം തെറ്റി. ഉണ്ടായിരുന്ന കെട്ടിടങ്ങളിൽ നിന്നും കോളേജിന്റെ പ്രവർത്തനം താൽക്കാലിക സംവിധാനങ്ങളിലേക്ക് മാറ്റി. അന്നു മുതൽ ഉയരുന്നതാണ് കോളേജിനായി പുതിയ കെട്ടിട സമുച്ചയം വേണമെന്ന ആവശ്യം. എന്നാൽ പ്രളയാനന്തരം വർഷം 7 പിന്നിട്ടിട്ടും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ അനന്തമായി നീളുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ആയിരക്കണക്കിന് വരുന്ന തോട്ടം തൊഴിലാളികളുടെയും സാധാരണക്കാരൻ്റെയും മക്കൾ ആശ്രയിക്കുന്ന ഏക സർക്കാർ കോളേജ് ഈ കഴിഞ്ഞ 6-7 വർഷമായിട്ടും ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ഈ ഒരു പുതിയ കോളേജ് കൊണ്ടുവരാനോ സ്ഥലം കണ്ടെത്താനോ യാതൊരു വിധത്തിലുള്ള നടപടി സ്വീകരിച്ചില്ല. പല യോഗങ്ങൾ വിളിച്ചു കൂട്ടുന്നുണ്ട്. സർക്കാർ കോളേജ് ഇപ്പോൾ വരും, സ്ഥലം ഏറ്റെടുത്തു എന്നൊക്കെ പറയുന്നതല്ലാതെ പ്രവൃത്തിയിൽ സർക്കാർ പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ പോലും ഒരു കോളേജ് കെട്ടിടത്തിൻ്റെ ഒരു തറക്കല്ലിടൽ പോലും നടത്തുവാൻ സർക്കാരിനും ജനപ്രതിനിധികൾക്കും കഴിഞ്ഞിട്ടില്ല. കോളേജിനായി പുതിയ കെട്ടിടം നിർമ്മിക്കുവാൻ വേണ്ടുന്ന ഭൂമി കണ്ടെത്തുന്ന കാര്യങ്ങളിലടക്കം ഇടപെടലുകൾ നടന്നിരുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയടക്കം ഇക്കാര്യത്തിൽ നേരിട്ടെത്തി ഇടപെടൽ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ തുടർ നടപടികളിൽ മെല്ലപ്പോക്ക് തുടരുന്നുവെന്ന ആക്ഷേപം ശക്തമാണ്. അതേസമയം കോളേജിനായി പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ശ്രമം തുടർന്നു വരികയാണെന്ന് അഡ്വക്കേറ്റ് എ രാജ MLA പറഞ്ഞു. കോളേജിനായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടുന്ന സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മൂന്നാറിൽ കണ്ടെത്തിയ സ്ഥലം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് വൈകാതെ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും MLA വ്യക്തമാക്കി. അപ്പോൾ DTPCയുടെ 3 ഏക്കർ സ്ഥലം, സർക്കാരിൻ്റെ സ്ഥലം, അതുപോലെ ബാലൻസ് വരുന്ന സ്ഥലം എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സ്ഥലം കൂടെ എടുത്ത് 10 ഏക്കറിൽ നമ്മളൊരു കോളേജ് കെട്ടിടം പണിയുന്നതിന് വേണ്ടിയാണ് ഒരു തീരുമാനം നമ്മൾ കൈക്കൊണ്ടിട്ടുള്ളത്. അതനുസരിച്ച് ഏകദേശം 9 ലക്ഷം രൂപയോളം നമ്മൾ ചെലവ് ചെയ്ത് അവിടുത്തെ സോയിൽ ടെസ്റ്റിംഗ് നടത്തി. സോയിൽ ടെസ്റ്റിംഗ് എല്ലാം അവിടെ കെട്ടിടം പണിയാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കണ്ടെത്തിയതിന് ശേഷം ഇപ്പോൾ റൂസയുടെ നോംസ് വെച്ചുകൊണ്ട് 10 ഏക്കർ കിട്ടുമ്പോൾ പുതിയ കോഴ്സുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ ഫിനാൻഷ്യൽ എയ്ഡെല്ലാം നമുക്ക് ലഭിക്കും. ഇപ്പോൾ സർവേ എല്ലാം പൂർത്തീകരിച്ച് ഏതൊക്കെ സ്ഥലം ഇപ്പോൾ 3 ഏക്കർ നമ്മൾ DTPCയിൽ എടുക്കുമ്പോൾ അവർക്ക് മറ്റു സ്ഥലങ്ങൾ നമ്മൾ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതുപോലെ സർക്കാർ സ്ഥലം ഏതൊക്കെയാണ് എടുക്കേണ്ടത്, എഞ്ചിനീയറിംഗ് കോളേജ് പ്രവർത്തിക്കുന്ന സ്ഥലം ഒരുമിച്ച് കിടക്കുന്ന ഇങ്ങനെ 10 ഏക്കറോളം സ്ഥലം ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. സർവേ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം പൂർത്തീകരിച്ച് ഇപ്പോൾ ഫയല് തിരുവനന്തപുരത്താണ്. റവന്യൂ സെക്രട്ടറി ഈ സ്ഥലം കോളേജ് അതുപോലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ കൈമാറിക്കൊണ്ട് ഉത്തരവിറങ്ങും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാർഷിക തോട്ടം മേഖലകളിലെയും വിവിധ ആദിവാസി ഇടങ്ങളിലെയും ഒക്കെ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സഹായകരമാകുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് സ്വന്തമായി കെട്ടിട സമുച്ചയമില്ലാതെ വർഷങ്ങളായി പരിമിതികൾക്കുള്ളിൽ പ്രവർത്തിക്കുന്നത്. വർഷം ഇത്ര പിന്നിട്ടിട്ടും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനു വേണ്ടി കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നതിൽ വന്നിട്ടുള്ള കാലതാമസം വലിയ പ്രതിഷേധത്തിന് ഇടവരുത്തുകയാണ്. കെട്ടിട നിർമ്മാണ ചട്ടം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനായുള്ള അവസാനഘട്ട പ്രവർത്തനങ്ങളിലാണ് സർക്കാർ ഉള്ളതെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി ജില്ലയിലെത്തിയ മുഖ്യമന്ത്രി കെട്ടിട നിർമ്മാണ ചട്ടം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിരുന്നു. 17ാം തീയതിക്ക് മുൻപായി നിയമം പ്രാബല്യത്തിൽ വരുന്നതിനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിന് മുൻകൈയെടുത്ത മുഖ്യമന്ത്രിക്ക് ജില്ലയിൽ ആവേശോജ്വലമായ സ്വീകരണം നൽകണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നും CV വർഗീസ് പള്ളിവാസലിൽ പറഞ്ഞു. മെയ് 28-ന് ജില്ലയിലെത്തുമ്പോൾ ബഹുമാന്യനായ മുഖ്യമന്ത്രി കെട്ടിട നിർമ്മാണ ചട്ടം സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്.
17-ാം തീയതി ഇവിടെ പള്ളിവാസൽ റിസഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യാനെത്തുന്നതോടുകൂടി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജില്ലയുടെ മനുഷ്യ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശാശ്വത പരിഹാരത്തിന് വേണ്ടിയാണ് 17-ാം തീയതി ഉള്ളിൽ ഏതായാലും നിയമം പ്രാബല്യത്തിൽ വരും എന്നാണ് മനസ്സിലാക്കുന്നത്. ആ നിയമ പ്രാബല്യത്തിൽ എത്തിച്ചുകൊണ്ടുവരുന്ന മുഖ്യമന്ത്രിക്ക് ആവേശോജ്വലമായ സ്വീകരണ പരിപാടി ഇടുക്കി ജില്ലയിൽ നൽകണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ തീരുമാനിച്ചത്. വണ്ടിപ്പെരിയാറിൽ നിന്നും വാങ്ങിയ ഇറച്ചി ഉപ്പിട്ട് വേവിച്ച ശേഷം കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യവിഷബാധയേറ്റതായി പരാതി. തങ്കമല മാട്ടുപ്പെട്ടി എസ്റ്റേറ്റിൽ താമസിക്കുന്ന ബാബുവാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സംഭവത്തെ തുടർന്ന് ഇയാൾ ചുരക്കുളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. സംഭവത്തെക്കുറിച്ച് ബാബു പറയുന്നത് ഇങ്ങനെ: ഉച്ചയ്ക്ക് വണ്ടിപ്പെരിയാറിലെ മാംസ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും പോത്തിറച്ചി വാങ്ങുകയും വീട്ടിലെത്തിച്ച് പാകം ചെയ്യുകയും ചെയ്തു. കറിയാക്കുന്നതിന് മുമ്പ് ഉപ്പിട്ട് വേവിച്ച ഇറച്ചി ബാബു കഴിച്ചു. അല്പസമയത്തിന് ശേഷം ഛർദിയും വയറിളക്കവും അനുഭവപ്പെടുകയായിരുന്നു. കൂടാതെ ദേഹമാസകലം ചൊറിച്ചിലും അനുഭവപ്പെട്ടു. തുടർന്ന് വണ്ടിപ്പെരിയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുകയായിരുന്നുവെന്ന് ബാബു പറഞ്ഞു. ഇറച്ചി വാങ്ങിച്ചു. അന്നേരം വീട്ടിൽ നിന്ന് എല്ലാം ഞാൻ അറിഞ്ഞ് പുഴുങ്ങി. അതിനകത്ത് ഒരു പീസ് ഞാൻ എള്ളു പോലെ വന്നു. ഞാനത് വേവിച്ച് വെള്ളമടിച്ച് ഞാൻ കഴിച്ചത്. അതിനകത്ത് ചെറിയൊരു എള്ളു പോലെ വന്നു, 3-4 എള്ളു വന്നു. കഴിച്ചപ്പോൾ അന്ന് തൊട്ട് അപ്പം സറുതലെനിക്ക്. ഞാൻ പറഞ്ഞു പിന്നോട് എടി കറിക്കണ്ട, വെച്ചാറ് കഴിക്കണ്ടെന്ന് പറഞ്ഞ് ഞാനത് അടച്ചു വെച്ചത്. അന്നേരം അടുത്തുള്ള ആൾക്കാരെ വിളിച്ച് കാണിച്ചപ്പോൾ സംശയം എനിക്ക്, ഇത് പൂച്ചയാണോ പട്ടിയാണോ അറിയത്തില്ലത്. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് നേരെ അഡ്മിറ്റ് ആയി. ഞാൻ മറ്റാരും ഇത് കഴിക്കാതിരുന്നതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായില്ലെന്ന് ബാബുവിന്റെ ഭാര്യ കാളിയമ്മ പറയുന്നു. சாப்பிட்டு பார்த்துட்டு அது இறைச்சி என்ன சம்சயமா இருக்கு, சாப்பிட்ட உடனே வாந்தி எடுத்து சர்திச்சு. எள்ளு பார்க்கும்போது ஒரு சம்சயமா இருந்துச்சு. 2-3 பிராசம் சர்தியிலாയിരുന്നു. പുള്ളിക്ക് ഒരുമാതിരി മേലെല്ലാം ചൊറിച്ചലായിരുന്നു. അത് കാരണം ആശുപത്രി കൊണ്ടുപോയി. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പിനും ഫുഡ് ആൻഡ് സേഫ്റ്റി വകുപ്പിനും പരാതി നൽകാനാണ് ബാബുവിന്റെ തീരുമാനം. കാഞ്ചിയാർ പേഴുങ്കണ്ടത്ത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ട്രഞ്ച് നിർമ്മിച്ചു. മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് 1980 കാലഘട്ടത്തിൽ നിർമ്മിച്ച ട്രഞ്ച് നാട്ടുകാർ പുനർനിർമ്മിച്ചത്. ഹൈറേഞ്ചിന്റെ കുടിയേറ്റ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന കാഞ്ചിയാറിൽ ജനവാസ മേഖല വനാതിർത്തിയുമായി അതിരു പങ്കിടുന്ന പ്രധാന ഇടമാണ് പേഴുങ്കണ്ടം. മേഖലയിൽ കാട്ടാനയടക്കമുള്ള വന്യമൃഗശല്യം രൂക്ഷമായതോടെ നാട്ടുകാരുടെ ശ്രമഫലമായിട്ടാണ് ട്രഞ്ച് നിർമ്മിക്കുന്നത്. 1980 കാലഘട്ടത്തിൽ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടന്ന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയതോടെ നാട്ടുകാർ വലിയ ട്രഞ്ച് കുഴിച്ചിരുന്നു. കാലക്രമേണ ഇവ മൂടിപ്പോയി. ഏതാനും നാളുകളായി മേഖലയിൽ കാട്ടാനയടക്കം വനമേഖലയുടെ അതിർത്തി കടന്ന് ജനവാസ മേഖലയിലേക്ക് എത്തി നാശനഷ്ടങ്ങൾ വരുത്താൻ തുടങ്ങി. തുടർന്നാണ് നാട്ടുകാർ മുന്നിട്ടിറങ്ങി പണം സ്വരുക്കൂട്ടി ട്രഞ്ച് നിർമ്മിക്കുന്നത്. വനംവകുപ്പിന്റെ അനുമതിയോടെയാണ് നടപടി. അപ്പോൾ ഇവിടെയും അതിന്റെ ഒരു ബാലൻസ് ആയിട്ട് വരുന്ന ഈ ഭാഗത്തുണ്ടായിരുന്നു. ഈ ഭാഗത്തും ഈ അടുത്ത നാളുകളിൽ വീണ്ടും ആനയുടെ സാന്നിധ്യം വന്നപ്പോൾ ഇവിടുത്തെ കർഷകർ നമ്മളുമായിട്ട് ആലോചിച്ചതിന് ശേഷം അവർക്ക് ഇങ്ങനെ ഒരു പെർമിഷൻ വേണമെന്ന് പറഞ്ഞ് അവിടെ ചെയ്ത മാതിരി തന്നെ അപ്പോൾ ഇവിടെയും നമ്മൾ അവർക്ക് കർഷകരാണ് ഇപ്പം അവരുടെ ഇവിടുത്തെ ഒരു കൂട്ടായ്മ ചേർന്നുകൊണ്ട് ഇപ്പോൾ 600 മണിക്കൂറാണ് ഇപ്പോൾ ഈ വണ്ടി ഇവിടെ വന്ന് പണിത്. ഇപ്പോൾ ഏകദേശം ഒരു 300-350 മീറ്ററോളം ഇവിടെ കൃത്യമായ രീതിയിൽ നമുക്ക് ട്രെഞ്ച് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്ന ഒരു മുന്നോട്ട് വെച്ചത് അവർക്ക് ഇത്ര രൂപ ആയത് അവർക്ക് ഏതെങ്കിലും രീതിയിൽ വനംവകുപ്പിന്റെ ഫണ്ട് വരുന്ന മുറയ്ക്ക് തരണമെന്നൊരു അഭ്യർത്ഥന ഉണ്ടായിരുന്നു. അത് ഞാൻ കോട്ടയം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അഞ്ചുരുളി വനസംരക്ഷണ സമിതിയുടെ കീഴിൽ ഇവിടെ നമ്മളൊരു എക്കോ ടൂറിസം ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അവിടുത്തെ VSSന്റെ പ്രസിഡന്റും എക്സിക്യൂട്ടീവുകളും ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ നേതൃത്വത്തിൽ അവരെ ചുമതലപ്പെടുത്തിയിരുന്നു ഈ ഒരു വർക്ക് സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഫണ്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് അഞ്ചുരുളി വനസംരക്ഷണ സമിതി മുഖാന്തരം ഇവർക്ക് ചിലവായതിന്റെ ഏതെങ്കിലും തുക കൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ പാലത്ത് നമ്മൾ ഇതേപോലെ ചെയ്ത അവർക്ക് നമുക്ക് 1,80,000 രൂപയോളം അവർക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ കൈമാറിയിട്ടുണ്ട്. 350 മീറ്റർ നീളത്തിലാണ് ട്രഞ്ച് നിർമ്മിച്ചിരിക്കുന്നത്. അഞ്ചുരുളി വനസംരക്ഷണ സമിതി മുഖാന്തരം നാട്ടുകാർക്ക് ഇക്കാര്യത്തിൽ ചിലവായ തുക വനംവകുപ്പിൽ നിന്ന് നൽകാൻ ശ്രമിക്കുന്നുണ്ടെന്നും വനപാലകർ പറഞ്ഞു. ട്രഞ്ച് നിർമ്മിച്ചതോടെ പേഴുങ്കണ്ടം മേഖലയിൽ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വന്യമൃഗശല്യത്തിന് പരിഹാരമാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. കാഞ്ചിയാർ കക്കാട്ടുകട തൊവരിയ റൂട്ടിലെ കുഴിയോടിപ്പടി പാലത്തിന്റെ ഗുണഭോക്താക്കൾ പ്രത്യക്ഷ സമരത്തിലേക്ക്. പാലം നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിച്ച് തങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കണ്ടെത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. പാലം നിർമ്മാണം മുടങ്ങിക്കിടക്കുന്നത് പ്രദേശത്തെ 100ഓളം കുടുംബങ്ങളെ ദുരിതത്തിലാക്കി. 2.5 വർഷം മുൻപ് ഇവിടെയുണ്ടായിരുന്ന കോൺക്രീറ്റ് പാലം പൊളിച്ചു നീക്കി. തുടർന്ന് റോഷി അഗസ്റ്റിൻ MLA ഇടപെട്ട മുഖ്യമന്ത്രിയുടെ ദുരിത നിവാരണ ഫണ്ടിൽ നിന്ന് 35 ലക്ഷം രൂപ അനുവദിച്ചു. മണ്ണ് പരിശോധന നടത്തിയപ്പോൾ
നിശ്ചിത താഴ്ചയിൽ പാറയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ കൂടുതൽ ഫണ്ട് ആവശ്യമായി വന്നു. ഇതോടെ ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി വേലമ്പറമ്പിൽ 13 ലക്ഷം രൂപ കൂടി ലഭ്യമാക്കി. പിന്നീട് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ജോലികൾ ആരംഭിച്ചപ്പോഴാണ് മുൻപ് പാറയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നതിനേക്കാൾ 5 അടി കൂടി താഴെയാണ് പാറയെന്ന് വ്യക്തമായത്. ഇതോടെ എസ്റ്റിമേറ്റ് തുക വർദ്ധിച്ചു. അവശേഷിക്കുന്ന തുക ജില്ലാ പഞ്ചായത്തിൽ നിന്ന് വകയിരുത്തിയെങ്കിലും പണികൾ ആരംഭിക്കുന്നതിന് മുൻപ് ഡിസൈനിൽ വീണ്ടും മാറ്റം വേണമെന്ന് ഉദ്യോഗസ്ഥർ നിലപാടെടുത്തു. ഇതോടെ എസ്റ്റിമേറ്റ് തുക 1 കോടിയായി ഉയർന്നു. 35 ലക്ഷം രൂപ ഉപയോഗിച്ച് ഇരുവശങ്ങളിലും അടിത്തറയും തൂണുകളുടെ കുറച്ചു ഭാഗവും നിർമ്മിച്ചെങ്കിലും അവശേഷിക്കുന്ന പണികൾ മുടങ്ങുകയായിരുന്നു. ഇതോടെ നാട്ടുകാർ താൽക്കാലിക നടപ്പാലം സ്ഥാപിച്ചാണ് യാത്ര ചെയ്തിരുന്നത്. ഇത് കഴിഞ്ഞയാഴ്ച പെയ്ത ശക്തമായ മഴയിൽ ഒലിച്ചുപോയി. ഇതോടെ മേഖലയിലുള്ളവർ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട ഗതികേടിലാണ്. ഈ സാഹചര്യത്തിലാണ് പ്രത്യക്ഷ സമരത്തിലേക്ക് പ്രദേശവാസികൾ നീങ്ങുന്നത്. മന്ത്രി തന്നെ ഇടപെട്ടുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുന്നിൽ പലതവണ പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർമാർ, അതുപോലെ ഈ നാട്ടിലെ ജനങ്ങൾ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള ആളുകൾ, അവരോടെല്ലാം പലപ്പോഴായി ഇതിൻ്റെ ബാക്കി പണം ഞാൻ അനുവദിച്ചു കൊള്ളാം എന്ന് ഉറപ്പ് പറഞ്ഞിട്ടുള്ളതായിരുന്നു. പക്ഷേ 2.5 വർഷക്കാലം കഴിഞ്ഞിട്ടും ഈ പാലത്തിൻ്റെ തൂണുമൊക്കെ നിങ്ങൾക്ക് കാണാം, ഈ കാട് പിടിച്ച് കിടക്കുന്നതല്ലാതെ ഇതിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിന് സാധിച്ചിട്ടില്ല. ഈ പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ച് അത് വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെയുള്ള ആളുകൾക്ക് പള്ളിയിൽ പോകണമെങ്കിൽ, അതുപോലെ തന്നെ അമ്പലത്തിലേക്ക് പോകാൻ, ആശുപത്രികളിൽ പോകാൻ, കൊച്ചു കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകാൻ ഒക്കെ 3 കിലോമീറ്റർ ദൂരം കൂടുതൽ സഞ്ചരിച്ചാണ് ഈ 2.5 വർഷക്കാലമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിലുണ്ടായിരുന്ന ഒരു കോൺക്രീറ്റ് പാലം പൊളിച്ച് കളഞ്ഞിട്ടാണ് ഈ പണി കാണിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ബാക്കി തുകയായിട്ടുള്ള 65 ലക്ഷം രൂപയും കൂടി അനുവദിച്ച് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ പാലം പണി പൂർത്തിയാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഈ പ്രദേശത്തുള്ള ആളുകൾ ഒന്നടങ്കം ചേർന്നുകൊണ്ട് ഈ ഞായറാഴ്ച ഒരു പ്രതിഷേധ ധർണ കക്കാട്ടുകടയിൽ സംഘടിപ്പിക്കുകയാണ്. അതിൽ ഈ പ്രദേശത്തെ ആബാലവൃദ്ധം ജനങ്ങളും പങ്കെടുക്കും. മന്ത്രി വാക്ക് പാലിക്കണം എന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. മുടങ്ങിക്കിടക്കുന്ന പാലം നിർമ്മാണം അടിയന്തരമായി ആരംഭിച്ച വർഷങ്ങളായി തങ്ങൾ നേരിടുന്ന യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം. കട്ടപ്പന YMCAയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണവും ഫലവൃക്ഷത്തൈ വിതരണവും സംഘടിപ്പിച്ചു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന YMCA ഹാളിൽ വെച്ചാണ് പരിസ്ഥിതി ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത്. സെക്രട്ടറി KJ ജോസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പബ്ലിക് റിലേഷൻ ചെയർമാൻ ജോർജ് ജേക്കബ് അനുസ്മരണ സന്ദേശം നൽകി. കട്ടപ്പന YMCA പ്രസിഡന്റ് രജിത് ജോർജ് അധ്യക്ഷനായിരുന്നു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി വൃക്ഷത്തൈ വിതരണം ഉദ്ഘാടനം ചെയ്തു. ഇതൊരു നല്ല കാര്യമാണ്. ഇപ്പോൾ തന്നെ ഇവിടെ ഞാൻ നോക്കിയപ്പം നമുക്ക് മരത്തൈ വിതരണമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. എനിക്കതൊരു അഭിമാനമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സാർമാർക്കൊക്കെ അത് തരിക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ പറയുന്നത്, നമ്മൾ കുറേ ആൾക്കാർക്ക് കുറേ സ്ഥലങ്ങളിൽ ഈ പൂച്ചെടിയൊന്നും നട്ടുപിടിപ്പിക്കാതെ, ഒടിഞ്ഞു വീഴുന്ന മരങ്ങളൊന്നും നട്ടുപിടിപ്പിക്കാതെ നമുക്ക് 10 പുളിമരമോ 10 പ്ലാന്തൈയോ ഒക്കെ നടുവാണെങ്കിൽ നമുക്കത് അതിൽ നിന്ന് നമുക്ക് ഫലവും കിട്ടും, മരങ്ങൾ നമുക്ക് ഉപകാരപ്പെടുമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ച എല്ലാവർക്കും YMCAയുടെ എല്ലാ അംഗങ്ങൾക്ക് ഒരുപാട് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പബ്ലിക് റിലേഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വിദ്യാഭ്യാസ സഹായ പദ്ധതിയുടെ ഉദ്ഘാടനം ഡോക്ടർ ബിനോയ് P. ജേക്കബ് നിർവഹിച്ചു. ചെയർമാൻ ജോർജ് കുട്ടി പൗലോസ് നോമിനേഷൻ കമ്മിറ്റി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഫാദർ വർഗീസ് ജേക്കബ് കോർപ്പിസ്കോപ്പ, സെക്രട്ടറി KJ ജോസഫ്, റവറൻ ജിതിൻ വർഗീസ്, UC തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ലോക പരിസ്ഥിതി വാരാഘോഷത്തോടനുബന്ധിച്ച് OISCA ഇന്റർനാഷണൽ ഇടുക്കി ജില്ലാ ചാപ്റ്റർ പരിസ്ഥിതി സമ്മേളനം സംഘടിപ്പിച്ചു. ചെറുതോണിയിൽ നടന്ന പരിപാടി വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ വികാരി ഫാദർ ടോമി ലൂക്ക് ആനിക്കുഴിക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ കീഴിൽ ലോകവ്യാപകമായി വിദ്യാഭ്യാസം, വികസനം, പരിസ്ഥിതി സംരക്ഷണം എന്നിവ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് OISCA ഇന്റർനാഷണൽ. ലോക പരിസ്ഥിതി വാരാഘോഷത്തിന്റെ ഭാഗമായാണ് OISCA ഇന്റർനാഷണൽ ഇടുക്കി ജില്ലാ ചാപ്റ്റർ പരിസ്ഥിതി സമ്മേളനം സംഘടിപ്പിച്ചത്. ചെറുതുണിയിൽ നടന്ന പരിപാടിയിൽ OISCA ഇന്റർനാഷണൽ പ്രസിഡന്റ് പാറത്തോട് ആന്റണി അധ്യക്ഷനായിരുന്നു. വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ വികാരി ഫാദർ ടോമി ലൂക്ക് ആനിക്കുഴിക്കാട്ടിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയെ സംരക്ഷിച്ചില്ലെങ്കിൽ നമ്മളെല്ലാം തീർന്നു പോകും. നമ്മുടെ എല്ലാ കാര്യം. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് പള്ളിക്കൂടത്തിൽ വരാൻ റോഡുണ്ട്.
അത് വേണ്ട വിധത്തിൽ നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്കൂളിൽ എത്താൻ പറ്റത്തില്ല. ഡെവലപ്മെൻറ്റ്സ്. അപ്പോൾ ഈ ഒരു 3 ആശയമാണ് ഒയിസ്ക ഏറ്റവും മുന്നോട്ട് വെക്കുന്നത്: വിദ്യാഭ്യാസം, ഡെവലപ്മെൻറ്റ് ആൻഡ് പരിസ്ഥിതി സംരക്ഷണം. അത് നല്ല ആശയങ്ങളാണ്. തീർച്ചയായിട്ടും ഈ നമുക്ക് നമ്മുടെ ഈ ശുശ്രൂഷയിൽ ആന്റണി സാർ നടത്തുന്ന ഈ സേവനങ്ങൾക്ക് നമുക്ക് നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് ആശംസിക്കാം. SNDP ഇടുക്കി യൂണിയൻ പ്രസിഡന്റ് പി രാജൻ പരിസ്ഥിതി സന്ദേശം നൽകി. ഒയിസ്ക ഇടുക്കി ജില്ലാ സെക്രട്ടറി ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ, അഡ്വക്കേറ്റ് സുകുമാർ അരിക്കുഴ, ആനി ചെബരാജ്, KM മാത്തുക്കുട്ടി, KM ജലാലുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന പുളിയൻമല സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ ഇൻഫാം ഗ്രാമസമിതിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ അനൂപ് തുരുത്തിമറ്റം ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ ഇനങ്ങളിലുള്ള 150 ഫലവൃക്ഷ തൈകൾ അംഗങ്ങൾക്ക് വിതരണം ചെയ്തു. കൂടാതെ 85 പേർക്ക് അംഗത്വക്കാർഡും വിതരണം ചെയ്തു. ഗ്രാമസമിതി പ്രസിഡന്റ് റോയി തുണ്ടിയിൽ അധ്യക്ഷനായിരുന്നു. ഇടവക വികാരി ഫാദർ ജോസ് ഐക്കരപ്പറമ്പിൽ, മഹിളാ സമാജം പ്രസിഡന്റ് ജാൻസി കാരക്കുന്നേൽ, സിബിച്ചൻ ചേറ്റുകുഴി, സജി കടുപ്പിൽ, സൂസമ്മ ചെമ്പകമംഗലം, എൽസമ്മ ഇലഞ്ഞിക്കൽ, ഫ്രാൻസിസ് വാര്യംപറമ്പിൽ, ജോൺസൺ പനച്ചിക്കൽ, സിനി നിരപ്പേൽ, ഗ്രേസി കാളിയാനിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. പീരിമേട് IHRD കോളേജിൽ ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി ക്ലൈമറ്റ് പോളി ക്രൈസിസ് എന്ന വിഷയത്തിൽ കുട്ടിക്കാനം ടൗണിൽ കൂട്ടായ്മയും നടന്നു. പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷൻ നേച്ചർ എഡ്യൂക്കേഷൻ ഓഫീസർ സേതു പാർവതി പരിപാടി ഉദ്ഘാടനം ചെയ്തു. പീരിമേട് പോലീസ് സീനിയർ CPO ഷാനു മുഖ്യ അതിഥിയായി. കോളേജ് പ്രിൻസിപ്പൽ സതീഷ് വർഗീസ് പരിപാടികൾക്ക് നേതൃത്വം നൽകി. കോളേജിലെ വിദ്യാർത്ഥികളും NCC കേഡറ്റ്സും NSS വോളണ്ടിയേഴ്സും പരിപാടിയിൽ പങ്കെടുത്തു. കാഞ്ചാർ ലബഗഡ JPM B.Ed കോളേജിന് റാങ്കുകളുടെ തിളക്കം. MG സർവകലാശാല 2023-25 B.Ed പരീക്ഷയിൽ 15 റാങ്കുകളാണ് വിവിധ വിഷയങ്ങളിലായി കോളേജിലെ വിദ്യാർത്ഥികൾ നേടിയത്. കൊമേഴ്സിൽ സുധീഷ് PS, സോഷ്യൽ സയൻസിൽ അതുല്യ ജോസ് കോയിക്കൽ, ഇംഗ്ലീഷിൽ അനുമോൾ J എന്നിവർ 1ാം റാങ്ക് കരസ്ഥമാക്കി. ഇംഗ്ലീഷിൽ അൻസു ടോമി 2ാം റാങ്കും ഡെന എലിസബത്ത് ചാക്കോ 7ാം റാങ്കും എലിസബത്ത് തോമസ്, ആനി P, സ്വർണലയ എന്നിവർ 8ാം റാങ്കും നേടി. കൊമേഴ്സിൽ ലിറ്റിഷ ഷാജി 3ാം റാങ്ക് കരസ്ഥമാക്കി. സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ മുബീന A 6ാം റാങ്കും ഷില ജോർജ് 8ാം റാങ്കും സ്നേഹ വർഗീസ് 10ാം റാങ്കും കരസ്ഥമാക്കി. ഫിസിക്കൽ സയൻസ് വിഭാഗത്തിൽ രേഷ്മ രാജു, ബെറ്റി സൂസൻ, ആഷിബ മെറിൻ, പ്രിൻസ് എന്നിവർ 8ാം റാങ്ക് നേടി. ജുമൈല വി നജീബ് 9ാം റാങ്കും കരസ്ഥമാക്കി. എല്ലാ വിഭാഗങ്ങളിലും 100% വിജയം നേടുവാനും ഉയർന്ന മാർക്കുകൾ കരസ്ഥമാക്കുവാനും കോളേജിന് സാധിച്ചു. ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും പരിശീലിപ്പിച്ച അധ്യാപകരെയും കോളേജ് മാനേജർ ഫാദർ ജോൺസൺ മുണ്ടിയത്ത, പ്രിൻസിപ്പൽ ഡോക്ടർ റോണി S. റോബർട്ട്, ബർസാർ ഫാദർ ചാൾസ് തോപ്പിൽ എന്നിവർ അഭിനന്ദിച്ചു. ഈ വർഷം 1 മുതൽ 10 വരെയുള്ള റാങ്കില് 15ഓളം വിദ്യാർത്ഥികളാണ് നമ്മുടെ ഈ കോളേജിൽ നിന്ന് റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത്. 2008-ൽ ഹൈറേഞ്ചിന്റെ മണ്ണിൽ ആരംഭിച്ച ജോൺ ബോൾ മെമ്മോറിയൽ B.Ed കോളേജ് ആയിരക്കണക്കിന് അധ്യാപകരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സേവനം ചെയ്യുവാൻ സാധിച്ചതിൽ ഏറെ അഭിമാനിക്കുന്നു. ഈ റാങ്കിന്റെ വിജയം ഇവിടുത്തെ എല്ലാ അധ്യാപകർക്ക് വേണ്ടിയും ഞങ്ങൾ സന്തോഷത്തോടു കൂടി സമർപ്പിക്കുന്നു. അനുഭവ സമ്പത്തുള്ള അധ്യാപകരുടെയും കഠിനാധ്വാന ബോധമുള്ള വിദ്യാർത്ഥികളുടെയും കൂട്ടായ പരിശ്രമമാണ് വിജയത്തിന് പിന്നിലെന്ന് കോളേജ് അധികൃതർ പറഞ്ഞു. ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും കുട്ടികളുടെയും എല്ലാം തന്നെ ഒരു കൂട്ടായ്മയുടെ വിജയം. കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതലായിട്ടുള്ള റാങ്കുകളും ഒക്കെ ലഭിക്കേണ്ടത് വളരെയധികം സന്തോഷം തരുന്നു. വരും വർഷങ്ങളിലും യൂണിവേഴ്സിറ്റി റാങ്കുകൾ കൈപ്പിടിയിലൊതുക്കുവാനായി JPM B.Ed കോളേജിൽ 2025-26 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ ഉടനീളമുള്ള വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാൻ കോളേജ് പ്ലേസ്മെന്റ് സെല്ലിന് കഴിഞ്ഞിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. വളരെ നല്ല സപ്പോർട്ടായിരുന്നു ഞങ്ങൾക്ക് ലഭിച്ചത്. തുടക്കം തൊട്ടേ ടീച്ചേഴ്സ് ആണെങ്കിലും ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പഠന കാര്യത്തിലാണെങ്കിലും പാഠ്യേതര കാര്യത്തിലാണെങ്കിലും ഞങ്ങളുടെ ക്യാമ്പും ടൂറും ഒക്കെ വന്നപ്പോഴും ടീച്ചേഴ്സിന്റെ ഫുൾ സപ്പോർട്ട് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. മാനേജ്മെന്റ് ആണെങ്കിലും പ്രിൻസിപ്പൽ സാർ ആണെങ്കിലും മറ്റ് ഇവിടുത്തെ ഓഫീസ് സ്റ്റാഫുകളാണെങ്കിലും ഞങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ഫലമായിട്ടാണ് ഇത്രയും മികച്ച വിജയം നേടാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത്. തോപ്രാങ്കുടി, നെടുങ്കണ്ടം, തൂക്കുപാലം, കുമ്മളി, ഏലപ്പാറ, മുണ്ടക്കയം തുടങ്ങിയ ഹൈറേഞ്ചിലെ വിവിധ മേഖലകളിലേക്ക് യാത്രാ സൗകര്യവും കോളേജ് ഒരുക്കിയിട്ടുണ്ട്. പെൺകുട്ടികൾക്കായി ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിലുള്ള ഡില്ലിംഗ്ടൺ ഹോസ്റ്റലും കോളേജിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. ജീറ്റ് കുനേദോ, വുഷു എന്നിവയുടെ ജില്ലാ സ്കൂൾ തല ഉദ്ഘാടനവും ദേശീയ അന്തർദേശീയ സംസ്ഥാനതല വിജയികളെ അനുമോദിക്കലും നടന്നു. പാറത്തോട് സെന്റ് ജോർജ് ഹൈസ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി കുന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ് ഉദ്ഘാടനം ചെയ്തു.
സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ അധ്യക്ഷനായിരുന്നു. കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒന്ന് ലഹരിയാവാം കളിയിടങ്ങളോടുള്ള മുദ്രാവാക്യമാണ് ഇപ്രാവശ്യം സ്പോർട്സ് കൗൺസിൽ ഏറ്റെടുക്കുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് അഭിരുചി സ്പോർട്സിലേക്ക് കൂടി വളർത്തുക എന്നുള്ള ഉദ്ദേശം, ശാരീരികവും മാനസികവുമായ ഒരു ക്ഷമത വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഗവൺമെന്റ് ഒരു പദ്ധതിക്ക് തന്നെ തുടക്കം കുറിച്ചത്. ചെറിയ പ്രായം മുതൽ, ചെറിയ കുട്ടികളായിരിക്കുന്ന കാലം മുതൽ ശാരീരികമായും മാത്രമല്ല മാനസികമായ കൂടി ദൃഢത കൈവരിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നിനും ചാഞ്ഞു പോകാതെ ഏതാണോ ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിന് ആവശ്യമായ മാനസിക ആരോഗ്യം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിനോയ് ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ദേശീയ അന്തർദേശീയ സംസ്ഥാനതല വിജയികളായവരെ മൊമെന്റോ നൽകി അനുമോദിച്ചു. PTA പ്രസിഡന്റ് ഷാജി കുച്ചുപുര, LP സ്കൂൾ ഹെഡ്മാസ്റ്റർ ജിലു മാത്യു, JKD ഭാരവാഹികളായ എബിൻ P ഡേവിഡ്, ലിനീഷ് അഗസ്റ്റിൻ, ഫിലിപ്പ് വിജയ് തുടങ്ങിയവർ സംസാരിച്ചു. ജീറ്റ് കുനേദു അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ജനറൽ സെക്രട്ടറിയും ഇന്റർനാഷണൽ ജഡ്ജിയുമായ ബ്രൂസ്ലി രാജ്, വുഷു അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയും നാഷണൽ റഫറിയുമായ അഭിജിത് ശിവൻ എന്നിവർ നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇത്തവണ നേരത്തെ എത്തിയ കാലവർഷം ജില്ലയിലെ ടൂറിസം മേഖലയെ പ്രതികൂലമായി ബാധിച്ചു. ദിവസങ്ങൾക്ക് മുമ്പ് പെയ്ത കനത്ത മഴ മൂന്നാറിന്റെ അടക്കം ടൂറിസം മേഖലയ്ക്ക് വലിയ നഷ്ടമാണ് വരുത്തിയത്. വിനോദസഞ്ചാര മേഖലയ്ക്ക് ഏറ്റവും അധികം ഉണർവുണ്ടാകുന്ന മാസങ്ങളാണ് ഏപ്രിൽ മെയ് മാസങ്ങൾ. മൂന്നാർ അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികൾ ഏറ്റവും അധികം എത്തുന്നതും ഈ കാലയളവിലാണ്. എന്നാൽ ഇത്തവണ നേരത്തെ എത്തിയ കാലവർഷം ജില്ലയിലെ ടൂറിസം മേഖലയെ പ്രതികൂലമായി ബാധിച്ചു. ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന റിസോർട്ട്, ഹോം സ്റ്റേ നടത്തിപ്പുകാർ, ഹോട്ടലുകൾ, ജീപ്പ് സഫാരി മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, മറ്റ് സാഹസിക വിനോദസഞ്ചാര മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെയൊക്കെയും മഴ പ്രതികൂലമായി ബാധിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഓരോ മേഖലയിലും സംഭവിച്ചതെന്ന് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പറയുന്നു. മൂന്നാറിൽ ഇപ്പോൾ മെയ് അവസാനം ലാസ്റ്റ് വീക്കിൽ പെയ്ത മഴ ടൂറിസം രംഗത്തിനെ വളരെയേറെ ദോഷമായിട്ട് ബാധിച്ചിട്ടുണ്ട്. കാരണം ക്യാൻസലേഷൻസ് ആണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 50% റൂമുകളുടെ ക്യാൻസലേഷൻസ് വന്നു. അപ്പോൾ മൊത്തത്തിൽ ഒരു 1000 ഹോട്ടലുകളുണ്ടെങ്കിൽ ആ 1000 ഹോട്ടലുകളിൽ ഒരു 40 റൂം, ഒരു ആവറേജ് നോക്കിയാൽ 40,000 റൂം നൈറ്റ്സ് ആണ് ഒരു ദിവസം ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു 50% ക്യാൻസലേഷൻസ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാധനം അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ജൂൺ മാസത്തിലേക്ക് ഇത് ക്യാരി ഫോർവേഡ് ചെയ്തേക്കുന്ന കാരണം ഒത്തിരി നഷ്ടം. പലരും പല രീതിയിലും ലോൺ എടുത്തും ഒക്കെയാണ് പല ഹോട്ടലുകളും റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഒക്കെ നടത്തുന്നത്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഒരു നഷ്ടമാണ് ഈ സമയത്തുണ്ടായിരിക്കുന്നത്. പിന്നെ മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഗ്യാപ്പ് റോഡിൽ സംഭവിച്ചിരിക്കുന്ന പാറ വീഴുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യവും കൂടെയുണ്ട്. അപ്പോൾ അത് ഇത് ഇപ്പോൾ തുടങ്ങിയതൊന്നുമല്ല, 1-2 വർഷങ്ങളായിട്ട് ഇത് സ്ഥിരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഴ വീഴുമ്പോഴേക്കും. അപ്പോൾ അതിനുങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അധികാരികൾ ചെയ്താൽ മാത്രമേ അത് ശരിയാവത്തുള്ളൂ. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും വരുന്നത് ബോഡിമേട്ട് ഗ്യാപ്പ് റോഡ് വഴിയാണ് മൂന്നാറിലോട്ട് സഞ്ചാരികൾ വരുന്നത്. അവരുടെ ആ ഒരു കാര്യവും കൂടി അധികാരികൾ ശ്രദ്ധിക്കണം എന്നാണ് എനിക്കിപ്പോൾ ഓർപ്പിക്കാനുള്ളത്. മഴ കനത്തപ്പോൾ വിനോദസഞ്ചാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതും ദേശീയപാതയിലെ തുടരെയുണ്ടായ മണ്ണിടിച്ചിലും മരം വീഴ്ചയും ഗ്യാപ്പ് റോഡിലെ യാത്രാ നിരോധനവും വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടി സൃഷ്ടിച്ചിരുന്നു. മഴ കനത്ത സാഹചര്യത്തിൽ റിസോർട്ടുകളിലെയും ഹോം സ്റ്റേകളിലെയും മുൻകൂട്ടിയുള്ള ബുക്കിംഗുകൾ റദ്ദാക്കിയിരുന്നു. ഇതിലൂടെ സ്ഥാപന നടത്തിപ്പുകാർക്ക് മാത്രം ഭാരിച്ച നഷ്ടം സംഭവിച്ചു. ഇത്തവണ മധ്യവേനലവധി ആരംഭിച്ച ശേഷം മെയ് മാസത്തിലാണ് ഏപ്രിൽ മാസത്തെ അപേക്ഷിച്ച് സഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടത്. ഈ തിരക്കിൽ പ്രതീക്ഷയർപ്പിച്ച വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മുമ്പോട്ട് പോകവെയാണ് കാലവർഷം നേരത്തെ എത്തിയതും പ്രതീക്ഷിക്കാത്ത നഷ്ടം സംഭവിച്ചത്. മഴ കനക്കുന്നതോടെ വരും മാസങ്ങളിൽ സഞ്ചാരികളുടെ തിരക്ക് കുറയുമെന്നതിനാൽ കടക്കണിയിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പങ്കുവച്ചു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം
വിശ്വസ്ത കരങ്ങളിലൂടെ. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 660 രൂപ, ഏലം കൂടിയ വില 2350, ഏലം ശരാശരി വില 2000, കാപ്പിപ്പരിപ്പ് 400, ഗ്രാമ്പു 780, കൊക്കോ 80, റബ്ബർ 185. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 9130 രൂപ, വെള്ളി 118. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കോടതി ഉത്തരവും സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവും മറികടന്ന് അനധികൃത നിർമ്മാണം. സർക്കാർ ഭൂമി കയ്യേറി നിർമ്മാണം നടത്തിയതിനെ തുടർന്ന് റവന്യൂ വകുപ്പ് സീൽ ചെയ്ത നെടുങ്കണ്ടം മാൻകുത്തിമേട്ടിലെ വനാനി കാരവാൻ പാർക്ക് തുറന്ന ഉടമ. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ റവന്യൂ വകുപ്പ് സ്ഥാപനം വീണ്ടും സീൽ ചെയ്തു. ഉടമയ്ക്കെതിരെ കേസെടുക്കാനും നിർദ്ദേശം. സിപ്ലൈൻ വിവാദത്തിൽ പ്രതികരണവുമായി MM മണിയുടെ സഹോദരൻ MM ലംബോദരൻ. സിപ്ലൈൻ ആരംഭിച്ചതിന് ശേഷം അപകടകരമായ ഒന്നും നടന്നിട്ടില്ല. സ്ഥാപനം ആരംഭിച്ചത് മുതൽ മുൻ ജില്ലാ കളക്ടറും ഉദ്യോഗസ്ഥരും ഉപദ്രവിക്കുന്നു. മഴ സമയത്ത് തന്റെ മാത്രമല്ല ജില്ലയിലെ 21 സിപ്ലൈനുകളും തുറന്ന് പ്രവർത്തിച്ചു. ഇതിന്റെ തെളിവുകൾ തന്റെ കയ്യിലുണ്ടെന്നും ലംബോദരൻ. 2018 തകർന്ന മൂന്നാർ സർക്കാർ കോളേജിനായി ഇനിയും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായില്ല. കെട്ടിട നിർമ്മാണവും കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടുന്ന സ്ഥല ലഭ്യതയുമൊക്കെയായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നുവെങ്കിലും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നത് വൈകുന്നു. അതേസമയം കോളേജിനായി പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ശ്രമം തുടർന്നു വരികയാണെന്ന് അഡ്വക്കേറ്റ് A. രാജ MLA. ഇത്തവണ നേരത്തെ എത്തിയ കാലവർഷം ജില്ലയിലെ ടൂറിസം മേഖലയെ പ്രതികൂലമായി ബാധിച്ചു. ദിവസങ്ങൾക്ക് മുമ്പ് പെയ്ത കനത്ത മഴ മൂന്നാറിന്റെ അടക്കം ടൂറിസം മേഖലയ്ക്ക് വരുത്തിയത് വലിയ നഷ്ടം. മധ്യവേനൽ അവധി അവസാനിക്കാറായതോടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.